എറണാകുളം ഉണ്ണിച്ചിറയിൽ സർവീസ് ലിഫ്റ്റ് തകർന്നു വീണ് ലോഡിംഗ് തൊഴിലാളി മരിച്ചു. ഉണ്ണിച്ചിറ സ്വദേശി നസീറാണ് മരിച്ചത്. സ്വകാര്യ കെട്ടിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ലിഫ്റ്റ് തകർന്നു വീഴുകയായിരുന്നു. നിധിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിധിൻ, എന്താണ് ലിഫ്റ്റ് തകരാൻ കാരണമായത്? ദിവ്യ, ഇന്ന് വൈകിട്ട് 5:30യോടെയാണ് ഈ അപകടം നടക്കുന്നത്. ഉണ്ണിച്ചിറ ഭാഗത്തുള്ള ഒരു സ്വകാര്യ കെട്ടിടത്തിലെ ലിഫ്റ്റിൽ മുകളിലേക്കുള്ള ഒരു സ്ഥാപനത്തിൽ IT പ്രൊഡക്റ്റുകൾ കയറ്റിവിട്ട ശേഷം ഈ ലിഫ്റ്റിന് താഴെയുള്ള സ്റ്റാൻഡ് മാറ്റുന്നതുമായി ജോലിയിൽ ഏർപ്പെടുകയായിരുന്നു നസീർ. ഇതിനിടെയാണ് ഈ വയർ റോപ്പ് പൊട്ടി വീണ ഈ ലിഫ്റ്റ് താഴേക്ക് പതിക്കുന്നത്. ഈ നസീറിന്റെ ശരീരത്തിലേക്കാണ് ഈ ലിഫ്റ്റ് പതിക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തെ ഉടൻ തന്നെ അടുത്തുള്ള തൃക്കാക്കരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെയും പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും എത്തിച്ചിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. 45 വയസ്സ് പ്രായമുണ്ട് ഇയാൾക്ക്. ഇന്ന് അല്പം മുൻപാണ് ഈ ലിഫ്റ്റ് തകർന്നു വീണ് ഈ ലോഡിംഗ് തൊഴിലാളിയായ നസീർ മരിച്ചത്. ദിവ്യ, നിധിൻ സേവ്യറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സർവീസ് ലിഫ്റ്റ് തകർന്നു വീണാണ് അപകടം ഉണ്ടായത്. എറണാകുളം ഉണ്ണിച്ചിറയിലാണ് സർവീസ് ലിഫ്റ്റ് തകർന്നു വീണ് ലോഡിംഗ് തൊഴിലാളി മരിച്ചത്. ഉണ്ണിച്ചിറ സ്വദേശി നസീറാണ് മരിച്ചത്. സ്വകാര്യ കെട്ടിടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് ലിഫ്റ്റ് തകർന്ന അപകടമുണ്ടായത്. നിധിൻ സേവ്യർ തുടരുന്നുണ്ട്. നിധിൻ, ഈ അപകടമുണ്ടായപ്പോൾ മറ്റ് തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നോ? മറ്റുള്ളവർക്കാർക്കെങ്കിലും പരിക്കേറ്റതായുള്ള വിവരങ്ങളുണ്ടോ? ഈ അപകടം നടന്ന സമയത്ത് മറ്റ് തൊഴിലാളികൾ, ഈ സ്ഥാപനങ്ങൾ, ഈ ബിൽഡിങ്ങിലുള്ള മറ്റ് സ്ഥാപനങ്ങളൊപ്പം തന്നെ താഴെ ഈ നസീറിനൊപ്പം മറ്റ് തൊഴിലാളികളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നസീർ ലിഫ്റ്റിന് നേരെ താഴെയുള്ള ഒരു സ്റ്റാൻഡ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ വയർ റോപ്പ് പൊട്ടി ലിഫ്റ്റ് വീണത്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് തന്നെ ഈ ലിഫ്റ്റ് വീഴാൻ കാരണമായത്. അങ്ങനെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. മറ്റ് തൊഴിലാളികൾക്ക് ആർക്കും ഈ സമയത്ത് അടുത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഈ മറ്റ് തൊഴിലാളികളും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളും ചേർന്നാണ് ഇദ്ദേഹത്തെ തൃക്കാക്കരയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുന്നത്. പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലും ഇദ്ദേഹത്തെ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. നിധിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത്.